ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോനമുഖൻ വവ്വാൽ എന്ന ജീവിയെ പറ്റിയാണ്. സോനമുഖൻ വവ്വാൽ എന്നത് മലയാളത്തിലെ താറാവിൻ്റെ മുഖം പോലെയുള്ള വാവൽ അല്ലെങ്കിൽ താറാവിനെ പോലുള്ള വവ്വാൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഹൈപ്സിഗ്നസ് മോസോസസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. പട്രോട്ടിഡേ കുടുംബത്തിലാണ് സോനമുഖൻ വവ്വാലുകൾ ഉൾപ്പെടുന്നത്. ആഫ്രിക്കയുടെ മഴക്കാടുകളിൽ ആണ് ഇവയുടെ ആവാസ വ്യവസ്ഥ. സോനമുഖൻ വവ്വാലുകളിൽ ആൺ വവ്വാലുകൾക്ക് വലിയ താറാവിൻ്റെ തല പോലെയുള്ള വീർപ്പമുള്ള മുഖമാണ്. അതുകൊണ്ട് തന്നെ അവയെ ഹാമർഹെഡ് എന്നും പറയാറുണ്ട്. അവയുടെ മുഖം താറാവിനെയോ സ്വാനിനെയോ ഓർമ്മിപ്പിക്കുന്നതിനാൽ സോനമുഖൻ വാവൽ എന്നും വിളിക്കുന്നു. ഈ വവ്വാലുകൾ പഴം തിന്നുന്ന വവ്വാലുകളുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവയുടെ ചിറകുകളുടെ വീതി ഏകദേശം 1 മീറ്റർ വരെ ഉണ്ടായിരിക്കും. രാത്രി സമയത്താണ് ഇവ സജീവമാകാറ്. പ്രത്യേകിച്ച് അവ ഭക്ഷിക്കാറ് അത്തപ്പഴം, കായപ്പഴം തുടങ്ങിയവയാണ്. ആൺവവ്വാലുകൾക്ക് ഉച്ചത്തിൽ വിളിച്ചാണ് പെൺവവ്വാലുകളെ ആകർഷിക്കുന്നത്. പകൽ സമയങ്ങളിൽ മരങ്ങളുടെ ശാഖകളിൽ തൂങ്ങി ഇവ ഉറങ്ങുന്നു. ഫലാഹാരികളായ ഇവർ പഴങ്ങൾ, കായകൾ, ചിലപ്പോൾ പുഷ്പനീരും ഭക്ഷിക്കുന്നു. വർഷത്തിൽ 1-2 കുഞ്ഞുങ്ങളെയാണ് ഈ വവ്വാലുകൾ പ്രസവിക്കുന്നത്. ഇവ മരങ്ങളിൽ കൂട്ടമായി താമസിക്കുന്നു. ചിലപ്പോൾ 100 കണക്കിന് വാവലുകൾ ഒരുമിച്ച് വസിക്കുന്നു. ഇവയുടെ പ്രജനനകാലം മഴക്കാലത്ത് ആണ്. കുഞ്ഞ് അമ്മയുടെ ശരീരത്തിൽ വെടിച്ചു നിന്ന് പറക്കുമ്പോഴും അമ്മയുടെ സംരക്ഷണത്തിലായിരിക്കും. സോനമുഖൻ വവ്വാലുകൾ പഴങ്ങൾ തിന്നും വിത്തുകൾ പരത്തുന്നതിനാൽ കാടുകളുടെ പുനർവളർച്ചയ്ക്കും വലിയ സഹായം ചെയ്യുന്നു. അതിനാൽ ഇവയെ കാടിൻ്റെ വിത്ത് വിതാരകർ എന്ന് വിളിക്കുന്നു. കുഞ്ഞ് വാവൽ ജനിക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞതായിരിക്കും. ചിറകുകൾ വളരെ ചെറുതും നിസ്സായവുമാണ്. അമ്മ വവ്വാൽ കുഞ്ഞിനെ തൻ്റെ വയറിനോട് ചേർത്തുകൊണ്ട് പോകുന്നു. ആദ്യ കാലഘട്ടത്തിൽ കുഞ്ഞ് പൂർണ്ണമായും അമ്മയുടെ പാലാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. ഏകദേശം 3 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞ് വളർന്ന് അമ്മയിൽ നിന്ന് വേർപിരിയാൻ തുടങ്ങുന്നു. അമ്മ ഭക്ഷണം തേടാൻ പോകുമ്പോൾ കുഞ്ഞിനെ ചിലപ്പോൾ മരത്തിൻ്റെ കൊമ്പുകളിൽ തൂക്കി വയ്ക്കുന്നു. യുവ വവ്വാൽ ആകുന്ന ഘട്ടത്തിലാണ് കുഞ്ഞ് ചിറകുകൾ ശക്തമാക്കുകയും പറക്കാൻ പഠിക്കുകയും ചെയ്യുന്നത്. ആദ്യം ചെറിയ പഴങ്ങളാണ് ഇവ ഭക്ഷിക്കാൻ തുടങ്ങുന്നത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ അമ്മയും കൂട്ടത്തിലെ മറ്റ് വവ്വാലുകളും കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. സോനമുഖൻ വവ്വാലുകൾ പ്രജനന യോഗ്യമാക്കുന്നത് ജനിച്ച് 6-8 മാസം പ്രായമാകുമ്പോഴാണ്. ആൺ വവ്വാലുകൾക്ക് വലിയ തലയും പ്രത്യേകമായ സോനമുഖം പോലുള്ള രൂപവും വളർന്നു വരുന്നു. എങ്കിലും പെൺവവ്വാലുകൾക്ക് സാധാരണ വവ്വാലുകളെ പോലെയുള്ള മുഖരൂപം തന്നെയാണ് ഉണ്ടായിരിക്കുക. പെൺവവ്വാലുകളാണ് മേറ്റിങ്ങിനായി ഇണകളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ ജനിച്ച് ഈ ജീവിതചക്രം ആവർത്തിക്കുന്നു. സോനമുഖൻ വവ്വാലുകൾ സാധാരണയായി 20 വർഷത്തോളം ജീവിക്കുന്നു. ചിലപ്പോൾ ചിലത് അതിലും കൂടുതൽ കാലവും ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.